ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് അച്ചീവ് ചെയ്യാനുള്ള നിക്ഷേപ കാലയളവ് എത്രയാണെന്നുള്ളത് രണ്ടാമതായി ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത് നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിൽ പ്രധാനമായി 3 കാറ്റഗറി ഫണ്ടുകളുണ്ട്, അറിയാമല്ലോ. ഇക്വിറ്റി ഫണ്ട്സ്, ഡെറ്റ് ഫണ്ട്സ്, ഹൈബ്രിഡ് ഫണ്ട്സ്. ഇതിൻ്റെ തന്നെ സബ് കാറ്റഗറീസും ധാരാളമുണ്ട്. ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കാറ്റഗറികളിൽ നിന്നും നിശ്ചിത അനുപാതത്തിൽ വരുന്ന ക്രമത്തിലായിരിക്കണം നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിലർ ചെയ്തു വരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ തന്നെ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇന്ത്യയിൽ നിരവധി മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ് ഫണ്ടുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നിലധികം AMCകളുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ റിസ്ക് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും.